കണ്ണൻ കെ പൊയിലൂരിൻ്റെ പ്രകൃതിയുടെ രൗദ്രം മ്യൂസിക്കൽ വീഡിയോ ആൽബത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. മുൻ MP പന്ന്യൻ രവീന്ദ്രൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എൻ്റെ സുഹൃത്ത് കണ്ണനും ഇപ്പം തികഞ്ഞ യാഥാർത്ഥ്യമാണ് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ കാണുന്നുണ്ട്, നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉൾക്കൊള്ളണം എന്നാണ് ഇപ്പം സംഭവങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത്. നാട്ടിൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ഉരുൾപൊട്ടൽ വരുന്നു, വലിയ പാറക്കൂട്ടങ്ങൾ വന്ന് സ്കൂളുകൾ നേരെ കൊണ്ടുപോകുന്നു, ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചിരുന്നതിൻ്റെ സാക്ഷ്യപത്രമില്ലാതെ നഷ്ടപ്പെടുന്നു. അങ്ങനൊരു നാടായി നമ്മുടെ നാട് മാറുക. നമുക്കെല്ലാം നമുക്ക് കിട്ടും എന്നൊരു ധാരണയിൽ, ഒരു മിഥ്യാധാരണയിൽ നമ്മൾ കഴിയുക. ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ വളരെ ലളിതമായി നമ്മളോട് പറഞ്ഞു തരിക. ഈ കവിതയുടെ ആൽബം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ മനസ്സിൻ്റെ രോദനമാണ്. ആ രോദനമാണ് ഇവിടെ കവിതയാദ്യം അവതരിപ്പിച്ചിരിക്കുന്നത്. വരികളുടെ വലിയ കസർത്തുകളല്ല, യാഥാർത്ഥ്യങ്ങളുടെ കൂടിച്ചേരലാണ് ഈ കവിതയായി ഇവിടെ വന്നിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. നമ്മൾ ഒരുപാട് നടന്ന് പൊരിവേലത്ത് വരുമ്പോൾ ഒരു വലിയ ആൽമരം കണ്ടാൽ നമ്മൾ ആൽമരത്തിന് ചുവട്ടിൽ പോയി നിൽക്കും. നമ്മൾ വെയിൽ കൊണ്ട് വിയർത്ത് ക്ഷീണിച്ച് വരുമ്പം ആശ്വാസം ആ ആൽമരമാണ്. ആൽമരത്തെ മുറിക്കാൻ നമുക്ക് ഒരു ദാക്ഷിണ്യമില്ല. നാളെ ആൽമരം പോയാലുള്ള സ്ഥിതി എന്താണെന്ന് നമ്മൾ നോക്കില്ല. നമുക്ക് ദോഷകരമായി വരുമെന്ന് നമ്മൾ ധരിക്കുന്ന പൊരി വെയിലിനെ തടുക്കുന്ന ആ ആൽമരത്തെക്കുറിച്ച് നമുക്ക് ആലോചനയില്ല. ദിനേശൻ പൊയിലൂർ അധ്യക്ഷത വഹിച്ചു. ഇവിടെ നടക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വിവേട്ടനാണ്, പന്നിയിൽ നിന്നാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. നമുക്കറിയാം, നമുക്കിടയിൽ ഒരുപാട് പ്രകൃതി സ്നേഹികളുണ്ട്. പക്ഷേ സർഗാത്മകതയുള്ള അല്ലെങ്കിൽ കവിതാ വാസനയുള്ള ആളുകൾ പ്രകൃതി സ്നേഹികളാവുമ്പോൾ അവരുടെ തുമ്പിൽ വിരിഞ്ഞുന്ന അക്ഷരങ്ങളാണ്, കവിതകളാണ് ഇതേ രീതിയിലുള്ള ആളുകൾക്കുള്ള ഉണർത്തുപാട്ടുകളായിട്ട് മാറുന്നത്. സംവിധായകൻ ഷാജർ സ്വാഗതം പറഞ്ഞു. കണ്ണൻ കെ പൊയിലൂരാണ് ഈ കവിത എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഉടനെ തുടങ്ങും. എൻ്റെ പേര് ഷാജർ, താമരശ്ശേരിയാണ് വീട്. ഞാനാണത് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പന്ന്യൻ രവീന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം കഴിഞ്ഞു. പന്ന്യൻ രവീന്ദ്രൻ സാറ് വ്യക്തമായിട്ട് അതിനെപ്പറ്റി ആ കവിത കേട്ടു, നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കവിതയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഉടനെ റിലീസിനൊരുങ്ങുന്ന പ്രകൃതിയുടെ രൗദ്രം മ്യൂസിക്കൽ ആൽബം കവിത സംഗീത സംവിധായകൻ സലാം വീരോളിയാണ് സംവിധാനം നിർവഹിക്കുന്നത്. പ്രകൃതിയുടെ കണ്ണുനീർ തുടച്ചു നീക്കാം. സുസ്ഥിര വികസനം എന്ന ആശയം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് മനുഷ്യരാശിയുടെ ഭാവിയാണ്. പച്ചയുടെ പ്രാധാന്യം മനസ്സിലാക്കി നാം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ജലം ജീവൻ എന്ന ഓർമ്മ നമുക്ക് എന്നും ഉണ്ടാകണം എന്നീ ആശയങ്ങൾ സമൂഹത്തിൽ എത്തിക്കുകയാണ് കവിതയുടെ ലക്ഷ്യം. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രകൃതിയുടെ രൗദ്രം എന്ന ഈ കവിത എന്നെ എഴുതാൻ പ്രചരിപ്പിച്ചത് നമ്മുടെ നാടിൻ്റെ ദയനീയ അവസ്ഥയാണ്. കാരണം ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടി തന്നെ ഒരു 10-100 ലോറികൾ പാറകൾ പൊട്ടിച്ചിങ്ങനെ പോകുന്നുണ്ട്. അപ്പം പ്രകൃതി സുന്ദരമായ പ്രകൃതിയെ മനുഷ്യൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദിവസവും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു വലിയ മാനസിക വിഷമം കൊണ്ടാണ് എനിക്ക് കവിത എഴുതണമെന്ന് തോന്നിയത്. ഈ കവിത സ്വിച്ച് ഓൺ കർമ്മം നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ ഈ കവിത ജനങ്ങളെല്ലാം ഏറ്റെടുത്ത് ഹൃദയനമ്പരങ്ങൾ ദേശീയ അവാർഡ് കിട്ടിയതുപോലെ നമുക്ക് ഒരു അംഗീകാരങ്ങൾ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. തലശ്ശേരി, മുഴപ്പിലങ്ങാട്, പൊയിലൂർ, വാഴമല എന്നിവിടങ്ങളിൽ വെച്ചാണ് ചിത്രീകരണം നടത്തുന്നത്. പ്രകൃതിയുടെ രൗദ്രം, മഴമേഘങ്ങൾ കണ്ണീർ വാർക്കുമ്പോൾ, പ്രകൃതിയുടെ രൗദ്രം, മഴമേഘങ്ങൾ കണ്ണീർ വാർക്കും